നമസ്കാരം. കിഴക്കമ്പലം പട്ടിമറ്റത്ത് ചെങ്ങര ചെറുങ്കര മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വം എയിംസ് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നാളെ വ്യാഴം രാത്രി 7-ന് സയ്യിദ് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MP ബെന്നി ബെഹനാൻ, MLA ശ്രീനിജൻ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുമെന്നും 2 നിലകളിലായി 14,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നിർമ്മിച്ച ഹാളിൽ ഒരേ സമയം 500ഓളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്നും 22 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്നും ഹാളിന്റെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം സാന്ത്വന പ്രവർത്തനങ്ങൾക്കും ലഹരി പോലുള്ള ഉത്ബോധന പരിപാടികൾക്കും ചിലവഴിക്കുമെന്നും ഭാരവാഹികളായ കോർഡിനേറ്റർ TV പരീദ്, മഹല്ല് പ്രസിഡന്റ് NA ജമാൽ, സെക്രട്ടറി TK സയ്യിദ്, ട്രഷറർ NK അസൈനാർ, TM അബ്ബാസ്, PM റഫീഖ്, TA ഇബ്രാഹിം, TA അഷ്റഫ്, PI നിഷാദ്, TE നവാസ്, TP അബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. ആ ചടങ്ങിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ചാലക്കുടി പാർലമെന്റ് MP ശ്രീ ബെന്നി ബെഹനാൻ, ആദരണീയനായ നമ്മുടെ MLA ശ്രീ PV ശ്രീനിജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂപ്പേടൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പരിസരത്തെ വാർഡ് മെമ്പർമാർ, ഈ വാർഡിലെ വാർഡ് മെമ്പർ തുടങ്ങി ജനപ്രതിനിധികളും വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിക്കുന്നു. ആ ചടങ്ങിൽ സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന ജനസംഖ്യയുടെയും ആവശ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കൺവെൻഷൻ സെൻ്ററുകൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചെങ്ങര ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു കൺവെൻഷൻ സെൻ്റർ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. വലിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ കൺവെൻഷൻ സെൻ്റർ നിർമ്മിച്ചിട്ടുള്ളത്. 2 നിലയിലായി മുകളിൽ റിസപ്ഷൻ ഹാളും AC ഉൾപ്പെടെ വെച്ചുകൊണ്ട് റിസപ്ഷൻ ഹാളും, താഴെ 400 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാളും, പിറകുവശത്ത് 200 വാഹനങ്ങൾക്ക് കയറാവുന്ന പാർക്കിംഗ് സൗകര്യവും, അകത്തേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തേക്ക് ഇറങ്ങുന്നതിനും പ്രത്യേകം വഴികളും, കൺവെൻഷൻ സെന്ററിൽ ബ്രൈഡൽ റൂമും AC ബ്രൈഡൽ റൂമും, വിശാലമായ സ്റ്റേജിന്റെ പിറകിൽ 30-ഓളം പേർക്ക് ഇരിക്കാവുന്ന VIP റൂമും, ഇങ്ങനെ വിവിധങ്ങളായ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സമൂഹത്തിൽ, പ്രത്യേകിച്ച് വിധവകൾ, അതുപോലെ രോഗികൾ, അതുപോലെ മാനസികമായ ശാരീരികമായ വൈകല്യം അനുഭവിക്കുന്നവർ, അതുപോലെ പല വിധേനയും സഹായം അർഹിക്കുന്നവർ, ഇതിൽ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം അതിലേക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലെ എല്ലാവിധത്തിലുമുള്ള ജനങ്ങൾക്ക്, നമുക്കറിയാം വിവിധങ്ങളായ രോഗങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ കടന്നു വരുന്ന മനുഷ്യരും ഡയാലിസിസ് സെൻ്ററുകളും ഒക്കെ കൂടുതൽ മുളച്ചു വരികയാണ്. അതൊക്കെ മുളച്ചു വരുന്നതിൻ്റെ കാരണം അതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു എന്നതാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമായ സഹായങ്ങൾ എവിടെയാണോ ആവശ്യം അവിടെ സാമ്പത്തികമായ സഹായം എത്തിക്കുക എന്നതുകൂടിയാണ് നമ്മൾ ഈ കൺവെൻഷൻ സെൻ്റർ പണിതതിലൂടെ അതിലൂടെ വരുമാനം കൊണ്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായി ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസക്തമായതും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ലഹരി മയക്കുമരുന്ന് ഉപയോഗം, ഇങ്ങനെ തുടങ്ങിയ വസ്തുക്കൾ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ നിന്നും യുവാക്കളിൽ നിന്നും യുവതലമുറയിൽ നിന്നും ഒഴിവാക്കാൻ കഴിയും, അതിലേക്ക് അടിമപ്പെട്ട് പോകാതെ കുട്ടികളെയും സമൂഹത്തെയും യുവാക്കളെയും എങ്ങനെ നമുക്ക് വഴിമാറ്റിക്കൊണ്ടുവരാൻ കഴിയും, അതിന് ഉതകുന്ന തരത്തിലുള്ള ക്ലാസുകൾ, സെമിനാറുകൾ, പഠന ക്ലാസുകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.